വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളപ്പോൾ ഒരു വലിയൊരു ഓണാഘോഷത്തിന് പോകുന്നൊരു വീഡിയോ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കുറച്ച് അപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ ഫ്ലാറ്റിലെ കുറച്ച് ചേച്ചിമാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചെറിയ ഓണാഘോഷം നടത്തുന്നുണ്ട്. വലിയ ഓണാഘോഷം തന്നെ പറയാം. ലേഡീസിനൊക്കെ പറ്റുന്ന രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഫുള്ള് ഇവിടുത്തെ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റിൽ ആണ് ഓൾറെഡി വെന്യൂ ആയിട്ട് എടുത്തേക്കുന്നത് തന്നെ, ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിൽ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം. ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഫ്ലവേഴ്സ് കൊണ്ട് ഒരു ഹാപ്പി ഓണമൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തുന്നതേ ഉള്ളൂ പ്രോഗ്രാമിലേക്ക്. ഇതുപോലെ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് വിളക്ക് കത്തിക്കുന്ന പ്ലേസിലായിട്ട് നമ്മളൊരു ചെറിയ അത്തപ്പൂക്കളും കൂടെ സെറ്റ് ചെയ്യുകയാണ്. പരിപാടിയൊക്കെ ഫുള്ള് കളറാക്കണ്ടേ. ഇവിടെ ഒരു നല്ലൊരു അത്തപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സുട്ടു ഇത് വന്നിട്ട് ആരും കാണാതെ വന്നിട്ട് നശിപ്പിച്ചു. എന്ത് സുട്ടു കാണിച്ചത്? കയറി ചെല്ലുമ്പോൾ ഇതുപോലെ കുറച്ച് പൂക്കളം വെച്ചിട്ടുണ്ട്. ഈ ഓണമൊക്കെ നശിപ്പിച്ചേക്കുന്നത് സുട്ടുവാ. ഓടി നടന്ന് ഇവിടുത്തെ ഓരോ പൂക്കളങ്ങളും നശിപ്പിക്കുക. ഈ മെയിൻ പൂക്കളോ അവിടെ നശിപ്പിച്ചത്. ഓരോ പൂക്കളും ഇവിടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുക. അപ്പോൾ അവിടെ പയ്യെ കുരുത്തക്കേടൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സുട്ടിനെ അയത്തേൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഞങ്ങൾക്ക് ഒരു ചെറിയ തിരുവാതിരയൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇവിടെ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാലോ? എന്താ അമ്മ നോക്കുന്നത്? അപ്പോൾ ഞാൻ സുട്ടിനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാമൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഒരു പ്രയർ സോങ് ആയിരുന്നു. അപ്പോൾ during Onam festival, and it's so popular and it is mostly done outdoor. Okay, it is called the boat race, or we call it the Vallam Kali. And of course Dhanya started the Arko Irro, but there's something else to it. When they all in traditional attires, they all deck the boats, and it's a huge, it's like how you do your car racing, they have the boat racing. It's called the Vallam Kali, and this is a song which they sing usually during Vallam Kali, and let's listen to that. And chorus just like that. Okay, and every time I finish a paragraph, I will say, oh kunjayile kochu penne kuilale kottu venam kulal venam purava venam oh titti tara titti tei tittei dagade go titti tara titti tei dagade go കട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാലെ കൊട്ടു വേണം കുഴൽ വേണം പുഴവ വേണം ഓ തിത്തി താര തിത്തി തൈ തിത്തൈ ദഗദേദോ തിത്തി താര തിത്തി തൈ തിത്തൈ ദഗദേദോ ബാലവേക്കാളാണു വേണം കോടി കോളമല്ല വേണം വിജയശ്രീഹരിഹര വരുമുനങ്ങൾ ഓ തിത്തി താര തിത്തി തൈ തിത്തൈ ദഗദേദോ തിത്തി താര തിത്തി തൈ തിത്തൈ ദഗദേദോ പട്ടനാടൻ കുഞ്ചയിലെ ചുവന്നെ കൊയിലാലെ കൊട്ടു വേണം കുഴൽ വേണം കുഴവ വേണം ഓ തിത്തി താര തിത്തി തൈ തിത്തൈ ദഗദേദോ 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 ആപ്പോ ഇതാണ് എന്റെ തിരുവാതിര പോയ വിധി ചേച്ചി. എപ്പം
അപ്പോൾ അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് താഴെ കൊടുത്ത സുട്ടുവിനെ വീണ്ടും തിരികെ വിളിച്ചിട്ട് വരാനായിട്ട് പോവുകയാണ് ഞാൻ. ശരിക്കും അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ. അങ്ങനെ എൻ്റെ സുട്ട് എൻ്റെ അടുത്തേക്ക് തിരികെ വന്നിരിക്കുന്നു. വിഷമായ അമ്മ കളഞ്ഞിട്ട് ഇവിടെ നിന്ന് വരുന്നില്ലായിരുന്നു ഒരുമിച്ച്. അപ്പോൾ അടുത്തത് സദ്യക്കുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിലൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഓരോ ചേച്ചിമാരും അവരുടെ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്നതാണ്. അത്രമാത്രം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശരിക്കും എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളിൽ നല്ല ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല. ശരിക്കും അതിനൊക്കെ എനിക്ക് നല്ല സങ്കടവും തോന്നുന്നുണ്ട്. കാരണം അവരൊക്കെ അത്ര ആക്റ്റീവായിട്ടാണ് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തതും എടുത്തതും ഒക്കെ. എനിക്ക് എനിക്ക് എപ്പോഴും ഇതിൽ ചെയ്തപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഓർമ്മ അത് എൻ്റെ സ്കൂൾ ടൈം ആയിരുന്നു. കാരണം ഞങ്ങളൊരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ആ ഒരു സമയത്ത് ലേഡീസ് മാത്രമുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു രസമായിരുന്നു. പിന്നെ ഞാനും സുട്ടും പതിയെ സദ്യയൊക്കെ കഴിച്ചു. ശരിക്കും അവൾ സദ്യ ഒന്നും കഴിച്ചിട്ടില്ല. ആ പപ്പടങ്ങളൊക്കെ മാത്രമാണ് അവൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് ഞാനൊന്ന് വിചാരിച്ചു. ഓൾറെഡി അയത്തേണ്ണ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഉച്ചയ്ക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങണം എന്നുള്ളൊരു പ്ലാനോടെ ഉണ്ടായിരുന്നു ചേട്ടന്. അപ്പോൾ ആ കൂട്ടത്തിൽ സുട്ടുവിനും കഴിക്കാൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും ഇന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ കുറച്ച് വീഡിയോസൂടെ ലാസ്റ്റ് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പതിയെ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഫ്ലാറ്റുള്ള ചേച്ചിമാർ ഒന്നിച്ച് കൂടിയിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഓണാഘോഷം. ചേട്ടന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പോയി വാങ്ങിക്കാമെന്ന് ഓർത്തു. എന്തായാലും ഇന്നത്തെ ഓണം സെലിബ്രേഷൻ ഒരു മെമ്മറബിൾ ഡേ തന്നെയായിരുന്നു. എന്തായാലും അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവർക്കും അപ്പോൾ എൻ്റെ വക ഹാപ്പി ഓണം.